ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡി പി സ്വിച്ചിനെ കുറിച്ചിട്ടാണ്. ഡി പി സ്വിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ന്യൂട്രും ഫേസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഡി പി സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് സ്വിച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ന്യൂട്രും കട്ടാവും ഫേസും കട്ടാവുന്ന രീതിയിലാണ്. അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 32 ആംസ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എ സിക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്, മോട്ടറിന് കൊടുക്കാറുണ്ട്, പിന്നെ നമ്മൾ ടി വിയുടെ യൂണിറ്റിന് കൊടുക്കാറുണ്ട്. ഇനി അതിൻ്റെ കണക്ഷൻസ് കൂടി കാര്യങ്ങളും നമുക്ക് നോക്കാം. ആ ഡി പി സ്വിച്ചാണ് നമ്മളിവിടെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 32 ആംസ് ഡി പിന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നത്. ചെറിയ റെഡ് മാർക്ക് ചെയ്താണ് കേട്ടോ, അതിൽ കാണാൻ സാധിക്കും. 2 മോഡുകളാണ് സാധാരണ ഡി പി സ്വിച്ച് എടുക്കാറ്. 2 സ്വിച്ചിൻ്റെ എഫക്റ്റ് നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 2 സ്വിച്ചിൻ്റെ എഫക്റ്റ് സാധാരണ നമ്മൾ മോട്ടറിനാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ടി വിയുടെ യൂണിറ്റ് പ്ലഗ് സോക്കറ്റിനെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 വേ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 1 വേ സ്വിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറ്, കട്ട് ചെയ്യാറ്, അതായത് ഫേസ് മാത്രം കൺട്രോൾ ചെയ്യാറ്. പക്ഷേ ഡി പി സ്വിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ് ന്യൂട്രൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ഇന്ന് വന്നിരിക്കുന്നതാണ് കാണുന്നത്. നീല വയറും യെല്ലോ വയറും വന്നിരിക്കുന്നതാണ്. അത് ഇന്നാണ്. താഴത്തെ വന്നിരിക്കുന്ന ഇന്ന ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന 2.5 വയറാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഔട്ട്പുട്ട് പോകുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് താഴെ സപ്ലൈ ഉള്ള ഡി ബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ നീലയിലും മഞ്ഞയിലും വന്നിട്ടുണ്ട്. നീല ന്യൂട്രൽ, മഞ്ഞ ഫേസ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് താഴെ നിന്നും മുകളിലേക്കാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. 2 സെക്ഷനിൽ നിന്നും, അതായത് ഓരോ സെക്ഷനും കണ്ടോ, നീലയിൽ നിന്നും അടുത്ത താഴെയുള്ള നീല വയറിൽ നിന്ന് മുകളിലത്തെ നീല വയറിലേക്കാണ് കണക്ഷൻ വരുന്നത്. മഞ്ഞ വയറിൽ നിന്ന് നേരെ മുകളിലുള്ള ചുവപ്പ് വയറിലെ സെക്ഷനിലേക്കാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ, അതായത് ഔട്ട്പുട്ടിലേക്ക് എവിടെയാണോ സപ്ലൈ ഓൺ ചെയ്യുന്ന സ്വിച്ച് വരുന്നത് ആ സ്ഥലത്താണ് നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രലിലേക്ക്, അതായത് നീലയാണ് ന്യൂട്രൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, നീലയിലേക്ക് കണക്ട് ചെയ്തു. ഫേസ് വരുന്നത് റെഡിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ നിന്ന് വരുന്ന സപ്ലൈ, അതായത് ഡി ബിയിൽ നിന്നും വന്നിരിക്കുന്ന സപ്ലൈ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്വിച്ചിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്, നീലയും മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ കണക്ട് ചെയ്യുന്നത് നേരെ ഔട്ട്പുട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള നീലയിലേക്കും ചുവപ്പിലേക്കുമാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഔട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഒരു കാരണവശാലും ഈ പറയുന്ന വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. കാരണം അങ്ങനെ സംഭവിക്കാറുണ്ട്. ഡി പി സ്വിച്ചിൻ്റെ ഒരു സ്വിച്ചിൻ്റെ എംബ്ലം കൂടി അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില ഡി പി സ്വിച്ചുകൾ നേരെ ഓപ്പോസിറ്റ് വരാറുണ്ട്. അതായത് ഇതിപ്പോൾ മുകളിലേക്കാണ് വരുന്നതെങ്കിൽ ചിലത് സൈഡിലേക്ക് വരാറുണ്ട്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ നിന്നും സൈഡിലേക്കാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ അത് നോക്കി ഓരോ സ്വിച്ചിൻ്റെ എംബ്ലം അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ട് അത് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ന്യൂട്രും ഫേസും നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കൂട്ടിക്കൊണ്ടാനുള്ള ചാൻസസും ട്രിപ്പ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഡി പി സ്വിച്ച് കണക്ട് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ആംബിയർ എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടി വിയുടെ ഏരിയ, അതായത് സ്മാർട്ട് ടി വി അങ്ങനെയുള്ള ഏരിയകളിൽ ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് മൊത്തം ന്യൂട്രും കൂടി കട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എ സിക്കാണ് നമ്മൾ സാധാരണ കോമണായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date,